കാനഡയ്ക്ക് സ്വന്തമായിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീ കാണുന്ന ഐറ്റമാണ് നമ്മുടെ പുട്ടീൻ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെയാ പരിപാടി തുടങ്ങിയാലോ? പുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് സ്ലാങ്ങിൽ ദി മെസ് എന്നാണ് അർത്ഥം. സോ എന്തോ ഒരു മെസ്സാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ നല്ല ചീസ് കേർഡ്സും ഗ്രേവി ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഡിഷാണ് നമ്മുടെ പുട്ടീൻ. സോ ഇതിൻ്റെ ഇൻവെൻഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കഥകളുണ്ട്. അതിലൊന്നാണ് ഒരു കസ്റ്റമർ ഇങ്ങനെ ചുമ്മാ ഒന്ന് ചീസ് കേർഡ്സും ഫ്രൈസും കൂടെ മിക്സ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു വാട്ട് എ മെസ് എന്ന്. അങ്ങനെയാണ് ഈ മെസ് എന്ന പുട്ടീൻ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. കെട്ടുകഥകൾ ഒരുപാടുണ്ടെങ്കിലും ആക്ച്വലി ഈ പുട്ടീൻ്റെ ഇൻവെൻഷൻ എന്ത് അടിപൊളിയാണല്ലേ. സാധാരണ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 6 തൊട്ട് 8 മിനിറ്റ് വരെയാണ് ഇത് ഫ്രഷ് ആയിട്ടിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് സോഗിയായി തുടങ്ങും. അപ്പോൾ പിന്നെ ഈ പുട്ടീനുള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ വേണമെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഇച്ചിരി പാടിയാലും ഈ പുട്ടീനാക്കി കൊടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പുട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം വേണ്ടത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതല്ലാതെ മെയിൻ സംഭവമാണ് ഈ കാണുന്ന ഗ്രേവി. ഇതുണ്ടാകാൻ ഭയങ്കര ഈസിയാണ്. ഇതിന് നമ്മുടെ ചിക്കൻ ബ്രോത്തോ അല്ലെങ്കിൽ ബീഫ് ബ്രോത്തോ നമ്മുടെ റൂ ഉപയോഗിച്ചിട്ട് തിക്കനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ വല്ല സ്പൈസസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മെയിനായിട്ടാണ് ചീസ് കേർഡ്സ്. നമ്മൾ സാധാ ചീസല്ല കേട്ടോ, ചീസ് കേർഡ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ റെഡിയായി. ഇവിടെ ഒട്ടുമിക്ക ഫാസ്റ്റ് ഫുഡ് കടകളിലും നമ്മൾ ഈ സൈഡായിട്ട് പുട്ടിൻ കൊടുക്കും കേട്ടോ. പിന്നെ പുട്ടീന് വേണ്ടി തന്നെയായിട്ട് നല്ല കടകളൊക്കെ ഉണ്ട്. ഇത് സൈഡാന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തള്ളിക്കളയുന്നില്ല. പക്ഷേ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇത് ഭയങ്കര മെയിൻ ഡിഷ് ആയിട്ടുണ്ട് കേട്ടോ. പുട്ടീൻ്റെ മേലെ ലോബ്സ്റ്ററും സ്റ്റേക്കും ചിക്കനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഒരു ഹൈ ക്വാളിറ്റി മീലാണ്. സോ ഇത്രയുള്ള പുട്ടീൻ ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. ഇന്ന് ഞാൻ പുട്ടീൻ ഉണ്ടാക്കിയപ്പോൾ മേലെ ബേക്കൻ ബിറ്റ്സും പിന്നെ സ്റ്റേക്ക് ബൈറ്റ്സ് ആണ് കേട്ടോ ആഡ് ചെയ്തത്. കുറച്ച് നാളായിട്ട് വറുത്തതും പൊരിച്ചതും മാത്രം കഴിക്കുന്ന കാരണം ഞാൻ ഇപ്രാവശ്യം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത് നമ്മുടെ എയർ ഫ്രയറിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തുണ്ടാകാം. സോ ഇത്രയുള്ള പരിപാടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടീൻ സെറ്റായി. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബൈ ദ വേ, ഇത് കണ്ടിട്ട് ഇത് നമ്മുടെ ലോഡഡ് ഫ്രൈസ് അല്ലേ എന്ന് പറയില്ല കേട്ടെ. ഇത് ലോഡഡ് ഫ്രൈസ് അല്ല, കാരണം ഇതിൽ ഗ്രേവിയും ചീസ് കേർഡ്സും ആണ് വരുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ലോഡഡ് ഫ്രൈസിൽ യൂഷ്വലി ചീസ് സോസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത്രയുള്ള പരിപാടി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.